നമസ്കാരം. നാളെ നമ്മൾ വീണ്ടും ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ആവേശത്തിലേക്ക് മാറുകയാണ്. കാത്തിരുന്ന് വീണ്ടും നമ്മൾ ആ ക്രിക്കറ്റ് ആവേശത്തിലേക്ക്. ടീം ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ 2 മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ ടെസ്റ്റ് നാളെ കളിക്കാൻ ഇറങ്ങുന്നു. രാവിലെ 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ ആണ്. ആ ഇൻഡിപെൻഡൻസ് ഡേയിൽ മികച്ചൊരു തുടക്കം നമ്മുടെ കുട്ടികൾക്ക് ലഭിക്കട്ടെ. ഏതായാലും കളിക്ക് മുന്നോടിയായിട്ട് ക്യാപ്റ്റൻ ശുഭൻ ഗിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ശ്രീലങ്കയിൽ കളിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ചില നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. അദ്ദേഹം പറയുന്നു, തീർച്ചയായിട്ടും ഷെഡ്യൂള് അലൗ ചെയ്യുകയാണെങ്കിൽ പ്രിപ്പറേഷൻ സമയം കുറച്ചധികം ലഭിക്കുന്ന ടെസ്റ്റ് മത്സരങ്ങൾക്ക് പ്രിപ്പറേഷൻ സമയം കുറച്ചധികം ലഭിക്കുന്നത് നല്ലതായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, റൺസ് ഫ്രം ദി ബൗളേഴ്സ് എസ്പെഷ്യലി ഇൻ ദി ഫസ്റ്റ് ഇന്നിങ്സ് ആർ ഇമ്പോർട്ടൻറ്റ്. ബൗളേഴ്സ് റണ്ണടിക്കുക, ബോളർമാരുടെ കോൺട്രിബ്യൂഷൻ, അത് ബാറ്റ് കൊണ്ടുള്ള കോൺട്രിബ്യൂഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഫസ്റ്റ് ഇന്നിങ്സിൽ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഇത് മുംബൈയിൽ ഇറ്റ്സ് എ ബിറ്റ് സിമിലർ ടു പ്ലേയിങ് ഇൻ മുംബൈ ഇൻ ടേംസ് ഓഫ് ബൗൺസ് എന്നാണ്. ഗാലെ പിച്ചിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. പക്ഷേ അവിടുത്തെ കാറ്റ് ഒരു പ്രശ്നമാണ്. അതാണ് അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഗാലെ പിച്ചിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഗ്രൗണ്ടിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഈ സ്റ്റേഡിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രോങ് സീ ബ്രീസ് ഉണ്ടാവും. അത് സാധാരണ പിച്ചിന് എക്രോസ് ആയിട്ട് അങ്ങനെ വീശിയടിക്കാറുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്റ് ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്, ഇത്തരത്തിലുള്ള ഗ്രൗണ്ടുകളിൽ, അത് ഓപ്പൺ ഗ്രൗണ്ടുകളാണിത്, ഇത്തരത്തിലുള്ള ഓപ്പൺ ഗ്രൗണ്ടിൽ വിൻഡ് ചിലപ്പം വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു പാർട്ട് വഹിക്കും. ഒരു ബാറ്റ്സ്മാൻ എന്ന നിലയിൽ ഞങ്ങളത് ടീം മീറ്റിങ്ങിൽ സംസാരിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മളൊരു സ്പിന്നറെ കയറി അടിക്കാനോ അല്ലെങ്കിൽ ആഞ്ഞടിക്കാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ നമ്മൾ നോക്കേണ്ട കാര്യം, കാറ്റ് ഏത് ദിശയിലേക്കാണ്, കാറ്റ് നമ്മോടൊപ്പമാണോ അതല്ല നമുക്കെതിരാണോ വീശുന്നത് നമ്മൾ നോക്കണം. അപ്പോൾ ഈ കണ്ടീഷൻസ് എങ്ങനെ നമുക്ക് അനുകൂലമായിട്ട് യൂസ് ചെയ്യാം, അല്ലാതെ കണ്ടീഷൻസിനെതിരെ എങ്ങനെ ചെയ്യാം എന്നുള്ളതല്ല, നമ്മളത് ശ്രദ്ധിക്കണം. അത് ആയിരിക്കും ഒരു പക്ഷേ ഇന്ത്യയിൽ കളിക്കുന്നതും ശ്രീലങ്കയിൽ കളിക്കുന്നതും തമ്മിലുള്ള സുപ്രധാനമായിട്ടുള്ളൊരു വ്യത്യാസം. ഇന്ത്യയിൽ മിക്ക ഗ്രൗണ്ടുകളും ഈ ഗാലറിയൊക്കെ ഉണ്ടായിട്ട് കവേർഡാണ്. ഓപ്പൺ ഗ്രൗണ്ടുകളിൽ കാറ്റ് തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട റോള് വഹിക്കും എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. നാളത്തെ മത്സരത്തെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, തീർച്ചയായിട്ടും ഒരു ഇൻഡിപെൻഡൻസ് ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുക എന്നുള്ളതൊരു വലിയ ആദരവാണ്, ഞാനത് ആസ്വദിക്കുന്നു എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ഇൻജേർഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ്, ഇപ്പം ബൂംറ അടക്കമുള്ളവരോട് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സമ്പർക്കം പുലർത്തുന്നുണ്ട്, അവർ നന്നായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തുന്നുണ്ടെന്ന് കൂടി അദ്ദേഹം പറയുന്നു. മനോജ് സുതാറിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് നല്ല സ്കില്ലുണ്ട് ബൗളിങ്ങിൽ. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ഒരു നമ്പർ 8 എന്ന രൂപത്തിൽ നല്ല രൂപത്തിൽ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റും. അങ്ങനെ ഒരു നമ്പർ 8 ബാറ്റ്സ്മാൻ എന്ന രൂപത്തിൽ അദ്ദേഹത്തെ ഉപയോഗിക്കുമെന്ന സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. പിന്നെ ഗുർനൂർ ബ്രാറോ പ്രസിദ്ധ് കൃഷ്ണയോ, ആ ഒരു ചോദ്യം എല്ലാവർക്കും ഉള്ളതാണ്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ഇറ്റ് വുഡ് ബി വെരി ടഫ് ഡിസിഷൻ ടു പിക്ക് ബിറ്റ്വീൻ ഗുർനൂർ ആൻഡ് പ്രസിദ്ധ് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ഗുർനൂറിൻ്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ എക്സലൻ്റ് ആണ്. കൃത്യമായിട്ട് അദ്ദേഹത്തിന് ഈ ബൗൺസ് ഒക്കെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും വിത്ത് ഓൾഡ് ബോൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസിദ്ധാണെങ്കിൽ അദ്ദേഹം ഇപ്പോൾ വളരെ ബെസ്റ്റായിട്ട് അദ്ദേഹം ബൗൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുകൂടി നായകൻ പറഞ്ഞു. അപ്പോൾ അതിൽ ആരെ കളിപ്പിക്കുന്നുള്ളൊരു ചോദ്യമാണ്. അതിനൊരു വ്യക്തമായിട്ടുള്ള ഉത്തരം എന്തായാലും അദ്ദേഹം നൽകിയിട്ടില്ല. മിക്കവാറും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു 3 സ്പിന്നർമാരും 2 പേസർമാരും എന്ന രൂപത്തിലുള്ളൊരു കോമ്പിനേഷൻ കൊണ്ട് ടീം ഇന്ത്യ ഇറങ്ങുമെന്നാണ്. 3 പേസർമാർ നമ്മൾ പ്രതീക്ഷിക്കുന്നത്, 3 സ്പിന്നർമാരും 2 പേസർമാരും. ഞാൻ നേരത്തെ പറഞ്ഞ തെറ്റിയോ എന്നൊരു സംശയമുണ്ട്, അതുകൊണ്ട് വീണ്ടും പറയുകയാണ്. 3 സ്പിന്നർമാരും 2 പേസർമാരും എന്ന് പറഞ്ഞാൽ രവീന്ദ്ര ജഡേജ, മനോജ് സുതാർ, കുൽദീപ് യാദവ്. 2 പേസർമാർ, ഒന്ന് സിറാജും മറ്റൊന്ന് പ്രസിദ്ധ് കൃഷ്ണയായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇനി പ്രസിദ്ധ് അല്ലെങ്കിൽ ഗുർനൂർ ബ്രാർ ആയിരിക്കും കളിക്കുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.